ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വർഷ ആർച്ചക്കുട്ടിയെയും കൊണ്ടിട്ട് വീട്ടിലേക്ക് വരുന്നു. ആ സമയത്ത് നമ്മുടെ ശിവയാണെങ്കിലോ പോവാനായിട്ട് റെഡിയായി നിൽക്കുന്നു. അർജൻറ്റായിട്ട് ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന രീതിയിലാണ് കേട്ടോ ശിവ പറയുന്നത്. ആ സമയത്ത് മോളെയും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ഞാൻ ചെയ്യാം, തനിക്ക് ഡ്യൂട്ടിക്കും പോകണം. ഒരു കാര്യം ചെയ്യാം, ശ്രീനാഥിനെ മോളെ ഏൽപ്പിച്ചിട്ട് പോയാൽ പോരെ. അയ്യോ, ഇവളുടെ സ്വഭാവം നിനക്ക് അറിയില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ട് നടക്കും. ശ്രീയേട്ടന് ഇവളുടെ പുറകെ ഓടാനൊന്നും സാധിക്കില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ അവളെ കൊണ്ടുപോയിക്കോളാം എന്ന് പറയുന്നു. വേണ്ട വർഷേ, ഞാൻ വേണമെങ്കിൽ ആ ഇൻ്റർവ്യൂ മാറ്റി വയ്ക്കാമെന്നും പറയുന്നു. അതായത് വേണ്ടാന്ന് വെക്കാമെന്ന്. അതൊന്നും പറ്റില്ല, തൻ്റെ ഒരു കരിയർ തന്നെ ചിലപ്പോൾ മെച്ചപ്പെട്ടു എന്നിരിക്കും ഈ ഇൻ്റർവ്യൂ വഴി. താൻ പോയേ പറ്റുള്ളൂ, ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ശിവയെ പറഞ്ഞയക്കുന്നു കേട്ടോ. അങ്ങനെ മോളെയും കൊണ്ട് ഡ്യൂട്ടിക്ക് പോകാൻ കേട്ടോ നമ്മുടെ വർഷ. വേറെ വഴിയില്ല. അതിനുശേഷം മോൾക്ക് കടയിൽ പോയിട്ട് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു, പാലൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അഞ്ജുവിൻ്റെ വീട് തന്നെയാണ് കാണിക്കുന്നത്. അടുത്ത വീട്ടിലൊരു ചേച്ചി അഞ്ജുവിന് നല്ല ഹെൽപ്പാണ്. അതിനുശേഷം ആ ചേച്ചി വന്നിട്ട് മോൾക്കൊരു കട്ടൻ ചായ ഇട്ട് കൊടുക്കുന്നുണ്ട്. മോളെ ഇത് കുടിക്കി, എൻ്റെ മോളെപ്പോലെ കണ്ട് പറയുകയാണ്, ഒന്നും ഇതുവരെ കഴിച്ചിട്ടില്ലല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യും ചേച്ചി, അവരോട് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. രാഹുൽ 2-3 ദിവസമായി എന്നെ വിളിച്ചിട്ട് പോലും അത് ഞാൻ അവരോട് പറഞ്ഞിട്ട് അവർ വിശ്വസിക്കുന്ന പോലും ഇല്ല. മോളെ, ഞാൻ അതല്ലേ പറഞ്ഞത്, അവരിപ്പോഴും പുറത്തിരിക്കുകയാണ്. മോളോട് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറഞ്ഞിട്ട് മോൾ കേട്ടില്ലല്ലോ. ഇനി മോൾ ഇവിടെ നിൽക്കണ്ട, മോൾ എങ്ങനെയും രക്ഷപ്പെടാൻ നോക്ക്, അതായിരിക്കും ബുദ്ധി എന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ വർഷ മോളെയും കൊണ്ട് ഡെലിവറിക്ക് പോവാണ്. ആ സമയത്ത് അഞ്ജു ഒരുപാട് സമയം വിളിക്കുന്നുണ്ട്. ആ സമയത്ത് അഞ്ജു ആണ് ഫോൺ വിളിക്കുന്നതെന്ന് വർഷയ്ക്ക് മനസ്സിലാവുന്നില്ല. ആ ഒരു മൊരടൻ മാനേജർ ആയിരിക്കും, അയാളിപ്പോൾ ഫുഡ് എത്തിക്കാൻ വൈകിയെന്ന് പറഞ്ഞിട്ടായിരിക്കും എടുക്കണ്ടെന്ന് പറയുന്നു. അങ്ങനെ ആ ഫോൺ അറ്റൻഡ് ചെയ്യാതെ വീണ്ടും വർഷ ഡ്യൂട്ടിയിലേക്ക് നടക്കുകയാണ്. പിന്നെ വീട്ടിലെത്തിയതിന് ശേഷം മോൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ വീണ്ടും കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ അഞ്ജു. അതിനുശേഷം തന്നെ മോളെ കൊണ്ട് ശ്രീനാഥിനെ ഏൽപ്പിച്ചതിന് ശേഷം ആരെയും വിളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഫോൺ നോക്കുന്ന സമയത്ത് ഒരു 40 പ്രാവശ്യമെങ്കിലും അഞ്ജു വിളിച്ചിട്ടുണ്ടാവും കേട്ടോ. അയ്യോ, ഇത്രയും സമയം അഞ്ജു വിളിക്കാനുള്ള കാരണം എന്താണ്, എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. അതിനുശേഷം കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അഞ്ജു സോറി, ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു, അതുകൊണ്ടാണ് എടുക്കാഞ്ഞത്. ഒരു മൊരടൻ മാനേജറാണ് അദ്ദേഹം. ആണെങ്കിലോ ഡ്യൂട്ടി കറക്റ്റ് ടൈമിൽ എത്തിച്ചില്ലെങ്കിൽ ആകെ പ്രശ്നം ഉണ്ടാക്കും, അതുകൊണ്ടാട്ടോ. ആ സമയത്ത് അഞ്ച് പൊട്ടിക്കരയുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കും എന്നെ വേണ്ടല്ലേ, നിങ്ങൾ എന്നെ ഇവിടെ ആക്കിയതിന് ശേഷം ആരെങ്കിലും വരുമോ, വിളിക്കുമോ, എന്നെ ചെയ്തിട്ടില്ലല്ലോ, ആർക്കും എന്നെ വേണ്ട, ഞാനിപ്പോൾ ഒറ്റപ്പെട്ടു, എനിക്ക് നിങ്ങളല്ലാതെ മറ്റാരോ ഉള്ളതെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. ആ സമയത്ത് വർഷയ്ക്ക് തോന്നുന്നുണ്ട് അഞ്ജുവിന് എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്താണെന്നറിയണം, അതിന് വേണ്ടിയിട്ട് അഞ്ജുവിൻ്റെ വീട്ടിൽ വരെ പോകണം എന്ന്. അങ്ങനെ നമ്മുടെ വർഷയാണെങ്കിലും അഞ്ജുവിൻ്റെ വീട്ടിലേക്ക് ഒരു ഓട്ടോ വിളിച്ച് പോകുന്നുണ്ട്. ആ സമയത്ത് ആ ഒരു ഗുണ്ടകൾ പുറത്തിരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അവരുടെ വിചാരം എന്താ, ഈ പെൺകുട്ടിക്കും രാഹുൽ പൈസ കൊടുക്കാനുണ്ടെന്നാണ്. ആ സമയം ഇത് രാഹുലിൻ്റെ വീടല്ലേ എന്ന് ചോദിക്കുന്നു. ഇത് രാഹുലിൻ്റെ വീടൊക്കെ തന്നെയാണ്, പക്ഷെ അവനിവിടെ ഇല്ല, അവൻ്റെ വൈഫ് അകത്തുണ്ടെന്ന് പറയുന്നു. ആ സമയത്ത് കുട്ടിക്കും ഒരുപാട് പൈസ തരാനുണ്ടോ അയാളെന്ന് പറയുന്നുണ്ട്. ഇതൊന്നും നമ്മുടെ വർഷയ്ക്ക് മനസ്സിലാവുന്നില്ല. അതിനുശേഷം തന്നെ പോയി അഞ്ജുവിനെ വിളിക്കുന്നുണ്ട്. അഞ്ജു ആണെങ്കിലോ കോളിംഗ് ബെൽ അടിക്കുമ്പോൾ എന്തായാലും വാതിൽ ഓർക്കുന്നില്ല, ഇവന്മാരാണെന്ന് പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. ആ സമയത്ത് അഞ്ജു എന്ന് വിളിക്കുമ്പോഴത്തേനെയാണ് വർഷയാണെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നത്. അങ്ങനെ വന്നിട്ട് വാതിൽ ഓർക്കുന്നു. എന്താ അഞ്ജു എന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറി കഥ അടയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വർഷയെ കെട്ടിപ്പിടിച്ചിട്ട് കരയുന്നു കേട്ടോ. ഞാൻ നിവർത്തിയില്ല വർഷയെ, എന്നെ ഉപദ്രവിക്കും പറഞ്ഞിട്ടാണ് അവർ പുറത്തിരിക്കുന്നത്. അവരൊക്കെ ആരാണ്? രാഹുലാണ് അവർക്ക് പൈസ കൊടുക്കാനുള്ളത്, ലക്ഷങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. രാഹുലാണെങ്കിൽ 2-3 ദിവസമായിട്ട് ഇവിടേക്ക് വന്നിട്ടില്ല. ഞാൻ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് പോലുമില്ല. പിന്നെ അവരോട് ഞാൻ എന്ത് പറയാനാ, അവർക്കത് മനസ്സിലാവുന്നില്ല. അവരെന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് ഇവിടെ ഇരുത്തിയിരിക്കുകയാണ്. എനിക്ക് എങ്ങോട്ടും പോകാൻ സാധിക്കുന്നില്ല വർഷേ എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ച് പൊട്ടി കരയാണ് കേട്ടോ. എന്താ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, നീ എന്തായാലും എൻ്റെ കൂടെ വാ, ഈ അവസ്ഥയിൽ നിന്നെ ഇവിടെ ഇരുത്തിയിട്ട് പോകണത് ശരിയല്ല, ഞാൻ വരുന്നില്ല. രാഹുൽ വന്നു കഴിഞ്ഞാൽ എന്നെ അന്വേഷിക്കില്ലേ, അപ്പോൾ ആകെ പേടിക്കില്ലേ. ഇത്രയും ദിവസമായിട്ട് രാഹുലേട്ടൻ വിളിക്കുകയോ വരുമൊന്നും ചെയ്തില്ലല്ലോ, പിന്നെ നിന്നെ ഇവിടെ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും രാഹുൽ എവിടേക്കാണ് പോയിരിക്കുന്നത് രാഹുലേട്ടൻ അറിയാം, അങ്ങോട്ട് തന്നെ വന്നിരിക്കുമെന്ന് പറയുന്നു. എന്നെ ഇവിടെ നിന്ന് വിടാൻ അവർ സമ്മതിക്കില്ല, അവരെ കാര്യം ഞാൻ ഏറ്റു, നീ പോയി അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇറങ്ങുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ അഞ്ജു സാധനങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങുന്നു. ആ സമയത്ത് ഗുണ്ടകൾ വന്നിട്ട് ഈ കൊച്ചിനെ എങ്ങോട്ട് കൊണ്ടുപോകാനാണ് എന്ന് പറയുന്നുണ്ട്. ഞാനിവളെ എങ്ങോട്ട് കൊണ്ടുപോയി നിങ്ങൾക്കിപ്പോൾ എന്താണ്, ഇവളുടെ ഹസ്ബൻഡാണ് ഞങ്ങൾക്ക് പൈസ തരാനുള്ളത്, ഇവളിവിടെ തന്നെ ഇരിക്കട്ടെ, ഇവൾക്ക് ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്, പെങ്ങൾ പോകാൻ നോക്കുമെന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ ഇവളെ വിട്ട് ഞാൻ പോകുന്നില്ല.
അങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്നുമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഇത് ശരിയാവുന്ന മട്ടല്ല എന്ന് അവരും പറയുന്നുണ്ട്. ആ സമയത്ത് കുറേ IPC സെക്ഷൻസൊക്കെ അങ്ങ് വാരി വിതറുന്നുണ്ട് കേട്ടോ നമ്മുടെ വർഷ. ഇതെല്ലാം തന്നെ നമ്മുടെ അബിയിൽ നിന്ന് പഠിച്ചതാണ്, അവളുടെ ലോ ബുക്കിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. ആ സമയത്ത് ഓട്ടോക്കാരൻ പറയുന്നുണ്ട് ഈ കൊച്ചു കൊള്ളാലോ എന്ന് പറയുന്നു. അങ്ങനെ ആ സെക്ഷൻസൊക്കെ പറയുന്ന സമയത്ത് അവർക്കും പേടിയാവുന്നുണ്ട്. ഒരു സ്ത്രീ അപമാനിച്ചാലും അവരെ കയ്യേറ്റം ചെയ്താലുള്ള നിയമങ്ങളെല്ലാം തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് അവർക്കൊന്നും പറയില്ല. ചേട്ടന്മാർ മാറ്, അഞ്ജു നീ കയറ്, ഇവരെന്താ കാണിക്കുന്നത് ഞാനും നോക്കട്ടെ എന്ന് പറയുന്നു. ആ സമയത്ത് അവർ മാറിക്കൊടുക്കുന്നുണ്ട്. അഞ്ജുവിനെയും കൊണ്ട് നമ്മുടെ വർഷ എന്തായാലും ഝാൻസി വില്ലിയിലേക്ക് തന്നെ തിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ഓട്ടോയിൽ ഇരുന്നിട്ട് നമ്മുടെ അഞ്ജു നന്നായിട്ട് കരയുന്നുണ്ട് കേട്ടോ. കരയണ്ട. അപ്പോഴത്തേനും ഓട്ടോ ചേട്ടൻ ചോദിക്കുന്നുണ്ട് എവിടുന്ന മോള് വക്കീലാണോ ചോദിക്കുന്നുണ്ട്. വക്കീലൊന്നുമല്ല ചേട്ടാ, എൻ്റെ ഫ്രണ്ട് ഒരു വക്കീലാണ്, അവളുടെ ലോ ബുക്കിൽ നിന്ന് ഞാൻ പഠിച്ചതാണെന്ന് പറയുന്നു കേട്ടോ. എന്തായാലും സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് വണ്ടിയിൽ വന്നിറങ്ങും നമ്മുടെ മല്ലികാക്ക അതെല്ലാം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാരാ ഫോട്ടോയിൽ വന്നിരിക്കുന്നത്? ഓ വർഷപ്പപ്പ. പിന്നെ ആരാ അത്? അഞ്ജു. അയ്യോ അഞ്ജു എന്തായി വന്നിരിക്കുന്നത്? രാഹുൽ അവളെ ഉപേക്ഷിച്ചോ എന്ന രീതിയിലാണ് മല്ലികാക്ക സംശയിക്കുന്നത്. എന്തോ ഒരു പ്രശ്നമുണ്ട്, ഈ ബാഗൊക്കെ ആയിട്ട് വരണ്ടേ കാരണം. ആ സമയത്ത് നമ്മുടെ വർഷയാണെങ്കിലോ വീടിൻ്റെ കീ കൊടുക്കുന്നുണ്ട്. നീ പോയിട്ട് വാതിൽ തുറന്നോ, ഞാനിപ്പോൾ വരാമെന്ന് പറയുന്നു. അങ്ങനെ ഓട്ടോ ചേട്ടന് പൈസയൊക്കെ കൊടുത്തതിന് ശേഷം വർഷ അകത്തേക്ക് പോകുന്നു. ആ സമയത്ത് അഞ്ജു ആണെങ്കിൽ റൂമിലേക്ക് പോണ സമയത്താണ് പെട്ടെന്ന് തന്നെ അവിടെ ഒരാളെ കാണുന്നത്. അങ്ങനെ പേടിച്ച് നിലവിളിച്ചിട്ട് അഞ്ജു ഓടി വരുന്നുണ്ട് വർഷയുടെ അടുത്തേക്ക്. വർഷ അവിടെ ഒരാൾ നിൽക്കുന്നു എന്ന് പറയുന്നു. ഈ തിരക്കിനിടയിൽ നിന്നോട് ഞാനത് പറയാഞ്ഞതാണ്, അത് പിന്നെ അത് ശ്രീയേട്ടനാണെന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ ശ്രീയേട്ടനെ കൊണ്ടേ കാണിക്കുന്നുണ്ട്. ഈ അഞ്ജു പേടിച്ച് പോയല്ലോ എന്നെ കണ്ടപ്പോൾ, ഇത് ഒന്നൊന്നര പേടിയായി പോയി എന്ന് പറയുന്നു. ആകെ ടെൻഷനായി എനിക്കെന്ന് പറയുന്നുണ്ട് കേട്ടോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ അതിന് ശേഷം തന്നെ അതൊക്കെ പറയാം. മോൾ ഉറങ്ങിയോ? മോൾക്ക് ഞാനൊരു കഥ പറഞ്ഞു കൊടുത്തു, മോൾ അങ്ങനെ ഉറങ്ങി. കഥ കേൾക്കാൻ അവൾക്ക് ഒത്തിരി ഇഷ്ടമാണ്, പക്ഷേ അവളെ കുളിപ്പിച്ചിട്ടില്ല, എന്നിട്ട് വേണം ഭക്ഷണം കൊടുക്കാൻ. ഞാൻ അവളെ കുളിപ്പിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മോളെ എടുത്തുകൊണ്ട് പോന്നു. ആ സമയത്ത് വർഷയോട് അഞ്ജു ചോദിക്കുന്നുണ്ട്, വർഷ എന്തൊക്കെയാണ് സമയിക്കുന്നത്? ഈ ശ്രീനാഥിനെ എന്തിനാണ് നീ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്? എന്താ കാരണം? അത് പിന്നെ എനിക്ക് കുറച്ച് നിന്നോട് പറയാനുണ്ട്, എന്നിട്ട് പോയാൽ മതി എന്ന് പറയുന്നു. ശ്രീയേട്ടന് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ശ്രീയേട്ടൻ കുറച്ച് ദിവസം ഇവിടെ നിർത്തും. അതിന് വേണ്ടിയിട്ടാണ് ശ്രീയേട്ടനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് പറയുന്നു. എന്തൊക്കെയാണ് നീ പറയുന്നത്? എല്ലാം നിന്നോട് വിശദീകരിച്ച് ഞാൻ പറയുന്നതാണ്. ഇപ്പോൾ ആർച്ചക്കുട്ടിക്ക് കുളിപ്പിച്ചിട്ട് ഭക്ഷണം എന്തെങ്കിലും കൊടുക്കട്ടെ. അവൾ ഇപ്പോൾ ഉച്ച സമയത്ത് ഒന്നും കഴിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് നിന്നോട് വിശദീകരിച്ച് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ പോരെ അഞ്ജു എന്ന് അഞ്ജുവിനോട് വർഷ പറയുന്നു കേട്ടോ. അപ്പോഴത്തേനും അഞ്ജുനാകെ സംശയിച്ച് നിൽക്കുകയാണ്. എന്താ ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? താൻ മാറി നിന്നത് ശരിയാണ്. ആ സമയത്ത് ശ്രീനാഥിനെ എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ അത് വസുന്ധരാൻ്റെ സമ്മതിച്ചോ, വിവേക് സമ്മതിച്ചോ? അങ്ങനെ പല ചിന്തകളും അഞ്ജുവിൻ്റെ മനസ്സിലൂടെ ഒഴുകി പോകുന്നുണ്ട് കേട്ടോ. എന്തായാലും അഞ്ജുവിനോട് വിശദീകരിച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ തന്നെയാണ് വർഷ തയ്യാറാവുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇതിൻ്റെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.